ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വതി നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഹരയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ ഗുരുവായൂരപ്പ, തൃപാദം ശരണം, തൃപാദം ശരണം, തൃപാദം ശരണം. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. നാരായണീയത്തിലെ 92ാമത്തെ ദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം നമ്മൾ നോക്കി. ഫസ്റ്റ് പാർട്ടായിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാണാത്തവർ ശ്രീമൻ നാരായണീയം എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. കർമ്മ മിശ്ര ഭക്തി എന്നതാണ് 92ാമത്തെ ദശകത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ആ ദശകത്തിലെ 2ാമത്തെയും 3ാമത്തെയും ശ്ലോകം നമുക്ക് ഇന്ന് നോക്കാം. കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് കാരണം വീഡിയോ കുറച്ച് നീളം കൂടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് മുഴുവനും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേരൊക്കെ അഭിപ്രായങ്ങൾ എഴുതിയിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കുറേയൊക്കെ ഞാൻ മറുപടി ഇട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ സമയക്കുറവ് കാരണം കൊണ്ടാണ്. ഞാൻ നോക്കുന്നുണ്ട് എല്ലാം. പലരും ഭഗവാന്റെ പല നാമങ്ങളും അവിടെ അഭിപ്രായമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ നാമങ്ങളെയൊക്കെ ഞാൻ മനസ്സുകൊണ്ടൊരു മാലയായി കോർത്തൊരു വനമാലയായിട്ട് കോർത്തിട്ട്, നാനാവർണ്ണ മാലയായിട്ട് കോർത്തിട്ട് ഭഗവാനിൽ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ സകർമ്മം, വികർമ്മം, അകർമ്മം എന്നതിൽ ഏതിൽ പെടും ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിക്കുന്ന ഈ കർമ്മങ്ങൾ എന്ന് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കർമ്മം എന്ന് പറയണത് നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളാണ്. വികർമ്മം എന്ന് പറയണത് നിഷിദ്ധമായ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് വേദങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ വികർമ്മങ്ങളാണ്. പിന്നെ അകർമ്മങ്ങൾ എന്താണ്? നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. നമ്മൾ അതിന് ഒരു ഫലവും പ്രതീക്ഷിക്കുന്നില്ല. ആ ഫലം പോലും തൃപ്പാദത്തിൽ അർപ്പിക്കുകയാണ്. അഥവാ ഫലം ഉണ്ടെങ്കിൽ അതിനെ പോലും ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള കർമ്മങ്ങളെയാണ് അകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അകർമ്മങ്ങളായിട്ട് ചെയ്യണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ ഫലങ്ങളും ഭഗവാനിൽ തന്നെ അർപ്പിക്കണം. നമ്മൾ സാധാരണ നാമങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനം പറയുമല്ലോ, കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അപ്പം ആ സ്തുതിയുടെ അർത്ഥം അതാണ്. എല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ ക്ഷമാപണവും ചൊല്ലിയിട്ട് പിന്നെ നമ്മൾ ഇതും കൂടി പറയും, അല്ലെങ്കിൽ ഇത് പറഞ്ഞതിന് ശേഷം ക്ഷമാപണം ചൊല്ലും. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. എനിക്കറിയാവുന്നത് ഇത്രയേ ഉള്ളൂ, ഞാനത് ഇവിടെ പറയണേ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് അകർമ്മത്തിൽ പെടുമല്ലോ. അകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാണ്ടിരിക്കുക എന്നല്ല അർത്ഥം. കർമ്മങ്ങളൊക്കെ ചെയ്യുക, അതിൻ്റെ ഫലം ഭഗവാനിൽ അർപ്പിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭട്ടതിരിപ്പാട് അതന്നെയാണല്ലോ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെയാണല്ലോ അവിടെ പറഞ്ഞത്.
രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. യസ്തന്യകർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരഭിജവിരചിതൈ ശക്തിഭക്തിപൂതൈർ നിത്യം വര്യാം സബല്യാം വിദദദൈ വിഭോ ത്വത്പ്രസാദം ഭജേയം. ഭഗവാനേ, യസ്തന്യ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരഭിച വിരചിതൈഃ ശക്തിദോ ഭക്തിപൂതൈർനിത്യം വര്യാം സബര്യാം വിദദദൈ വിഭോ ത്വത്പ്രസാദം ഭജേയം. നവയോഗികള് നിമിരാജാവിന് കുറെ ഉപദേശം കൊടുത്തതാണല്ലോ. ആ ഉപദേശത്തിലെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്ത് താന്ത്രിക കർമ്മവിധി പ്രകാരം വൈദിക കർമ്മയോഗവും താന്ത്രിക കർമ്മയോഗവും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ താന്ത്രിക കർമ്മയോഗത്തിൽ ഭഗവാനെ എങ്ങനെ വേണം ഭജിക്കാൻ എന്ന് നവയോഗികളിൽ ഒരാളായ ആവിർഹോത്രൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. ശ്ലോകത്തിൻ്റെ അവസാന ഭാഗം ഭട്ടതിരിപ്പാട് ഭഗവാനോട് ഒരു കാര്യം പറയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. യസ്ത്വന്യഃ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര. ഇവിടെ കർമ്മയോഗം എന്ന് പറയുന്നത് വൈദിക കർമ്മയോഗത്തിനെയാണ്. വൈദിക കർമ്മത്തിൽ, നമ്മുടെ നിത്യകർമ്മത്തിൽ നമ്മൾ ഭഗവാനെ ഉപാസിക്കുമല്ലോ, നിത്യ പൂജയൊക്കെ ചെയ്യുമല്ലോ, എന്തെങ്കിലും നേദ്യങ്ങൾ വെക്കുക, നാമം ചെല്ല് ഒക്കെ ചെയ്യുമല്ലോ. അങ്ങനെയുള്ള നിത്യകർമ്മം. പിന്നെ സംസ്കാര ചടങ്ങുകളുണ്ടല്ലോ. നമ്മുടെ നിത്യജീവിതത്തിൽ ചില സംസ്കാര ചടങ്ങുകളുണ്ടല്ലോ. സംസ്കാര ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ത്യകർമ്മത്തിലെ സംസ്കാര ചടങ്ങല്ല പറയണത്. ഇപ്പോൾ ബ്രാഹ്മണന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപനയനം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനൊരു നൂലുകെട്ടുണ്ട്, ചോറ് കൊടുക്കലുണ്ട്, കാതുകുത്തലുണ്ട്. ഇതൊക്കെ ഒരു സംസ്കാരമാണ്. പിന്നെ മുടിയെടുക്കുന്നത്, ആദ്യമായിട്ട് മുടിയെടുക്കുന്നത്, ഇതൊക്കെ ഒരു സംസ്കാര ചടങ്ങിൽ പെടും. ഇത് കർമ്മയോഗത്തിൽ പെട്ടതാണ്. അത് ചെയ്യുമ്പോഴും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ വൈദിക കർമ്മയോഗം, അതായത് കർമ്മയോഗം ഇവിടെ പറഞ്ഞത്, അതിൽ നിന്ന് യസ്ത്വന്യഃ എന്നുള്ളതിനെ പിരിക്കുമ്പോൾ എങ്ങനെ പറയണം? യാ തു അന്യഃ. യാ തു എന്ന് വെച്ചാൽ ഏതാണോ അത്, അന്യഃ വിഭിന്നമായത്. ഇതിൽ നിന്ന് വിഭിന്നമായത് ഏതാണോ, ഏതിൽ നിന്ന്? വൈദിക കർമ്മത്തിൽ നിന്ന് വിഭിന്നമായത് ഏതാണോ അതേതാണ്? താന്ത്രിക കർമ്മത്തിനെയാണ് പറയുന്നത്. ആ താന്ത്രിക കർമ്മ പ്രകാരം എന്തൊക്കെയാണ് സാധാരണ ചെയ്യുക? മന്ത്രജപം, പിന്നെ ദൃശ്യവൽക്കരണം, അതായത് വിഷ്വലൈസിങ്, ഭഗവാന്റെ രൂപത്തിനെ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ താന്ത്രിക കർമ്മത്തിൽ ഉണ്ട്. ആത്മീയ ഫലവും കിട്ടും, ഭൗതിക ബലവും കിട്ടും. അത് രണ്ടും കൂടി യോജിപ്പിക്കുന്നതാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പടങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കും.
പക്ഷേ ആ പടത്തിൽ ഭഗവാനെ നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാൻ അതിലുണ്ട് എന്നുള്ള സങ്കല്പം ചെയ്യും. അല്ലാണ്ട് മന്ത്രങ്ങളൊന്നും ചൊല്ലിയിട്ട് ഭഗവാനെ ആ പടത്തിലേക്ക് ആവാഹിക്കുകയൊന്നും ചെയ്യാറില്ലല്ലോ സാധാരണ. അതെന്താ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ ആവാഹിച്ചിരുത്തി കഴിഞ്ഞാൽ ആ ഭഗവത് രൂപത്തിന് വേണ്ട കർമ്മങ്ങളും ക്രിയകളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം. അതൊക്കെ സാധാരണ ജീവിതം നയിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് താന്ത്രിക കർമ്മപ്രകാരമുള്ള മന്ത്രജപവും ഭഗവാനെ ഉള്ള സങ്കല്പവും ഒക്കെ, അതായത് ദൃശ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ സാധാരണ ക്ഷേത്രങ്ങളിലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ താന്ത്രിക കർമ്മയോഗം വൈദിക കർമ്മയോഗവുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നുവല്ലോ. അതിനെയാണ് അവിടെ യസ്ത്വന്യഹ എന്ന് പറഞ്ഞത്. പിന്നെ പറയണ്, താന്ത്രിക കർമ്മയോഗത്തിൽ എന്താണ് ചെയ്യുന്നത്? ഹൃദ്യാം സത്വൈക രൂപാം അഭീഷ്ടമൂർത്തിം എന്ന് പറഞ്ഞു. ഹൃദ്യാം എന്ന് പറഞ്ഞാൽ ഹൃദ്യമായത്, മനോഹരമായത്. സത്വൈക രൂപം, ഭഗവാന്റെ സാത്വിക ഗുണത്തോടു കൂടിയ രൂപം, ഉഗ്രരൂപങ്ങളല്ല, സാത്വിക ഗുണത്തോടു കൂടിയ രൂപം, സദ്ഗുണമുള്ളത്, സത്യസന്ധമായിട്ടുള്ള ശാന്തമായിട്ടുള്ള രൂപം. അഭീഷ്ടമൂർത്തി, നമ്മുടെ ഇഷ്ടദേവന്റെ സദ്ഗുണസമ്പന്നമായിട്ടുള്ള രൂപം. ദൃശതി ഹൃദിമിതി ക്വാപി വാ. ദൃശതി കല്ലിലോ, ഹൃദി മനസ്സിലോ, മൃതി മണ്ണിലോ, ക്വാപി മറ്റെന്തിലെങ്കിലുമോ എന്ന് പറഞ്ഞു. അതായത് ഭഗവാന്റെ ഈ രൂപം സങ്കല്പിക്കാൻ പറയണേ. അങ്ങനെ സങ്കല്പിക്കുന്നത് ഏതിലൊക്കെ ചെയ്യാം? കല്ലിലോ. സാധാരണ കല്ല് അല്ലല്ലോ, വിശിഷ്ടമായ കല്ലില് ഭഗവാന്റെ പ്രതിമ ഉണ്ടാക്കുമല്ലോ, പിന്നീട് അതിനെ പ്രതിഷ്ഠിക്കുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലും ഇത് ചെയ്യാം. ഭഗവാന്റെ രൂപത്തിനെ മനസ്സിൽ കുടിയിരുത്താൻ നല്ല ഏകാഗ്രത വേണോ അതിന്. അതല്ലെങ്കിലോ മണ്ണില് ഭഗവാന്റെ പ്രതിമ. പിന്നെ ഇവിടെ എന്താ പറഞ്ഞ, മറ്റെന്തിലെങ്കിലുമോ എന്ന് പറഞ്ഞു. ഇപ്പൊ പേപ്പർ പൾപ്പ് കൊണ്ടൊക്കെ ഭഗവാന്റെ രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, വീണാൽ ഉടയാത്തതാണ് അതൊക്കെ. അങ്ങനത്തെ പ്രതിമകള്, അതിലൊക്കെ ഭഗവാന്റെ രൂപത്തിനെ സങ്കല്പിച്ചുകൊണ്ട് ഭാവയിത്വ എന്ന് പറഞ്ഞു. ഭാവയിത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കല്പിച്ചിട്ട്. പിന്നെന്താ പറഞ്ഞേ? പുഷ്പൈർ ഗന്ധൈർ നിവേദ്യൈരഭി വിരചിതൈ ശക്തിദോ ഭക്തിഭൂതൈ. പുഷ്പൈർ, പുഷ്പങ്ങൾ കൊണ്ട്, ഗന്ധൈർ എന്ന് പറഞ്ഞു. അതായത് ഗന്ധമുള്ള വസ്തുക്കൾ, ഗന്ധമുള്ള പുഷ്പങ്ങളുമാകാം. പിന്നെ നമ്മൾ ചന്ദനത്തിരി, സാമ്പ്രാണി, ചന്ദനം തന്നെ, ഇതൊക്കെ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുമല്ലോ. പിന്നെ കത്തിച്ചാൽ നല്ല സുഗന്ധം പരത്തുന്ന ദശാംഗം എന്ന് പറഞ്ഞ ഒരു പൊടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. നമുക്ക് കത്തിക്കാം, അത് പുകയും. അതുപോലെ ചന്ദനത്തിൻ്റെ പൊടിയും ഇതുപോലെ കിട്ടും, അതും കത്തിച്ചാൽ നല്ല സുഗന്ധമായിരിക്കും. അങ്ങനെയുള്ള സുഗന്ധ വസ്തുക്കള് നിവേദ്യൈരഭി എന്ന് പറഞ്ഞു. ഭഗവാൻ ഇഷ്ടമുള്ള നിവേദ്യം അല്ലേ. ഭഗവാന് ശ്രീകൃഷ്ണന് പാൽപ്പായസമാണ് ഇഷ്ടം എന്ന് പറയുമല്ലോ. പാലോ പാൽപ്പായസോ, പാൽപ്പായസത്തിന് പകരം പാലിൽ പഞ്ചസാര ഇട്ടിട്ടോ ഒക്കെ ഭഗവാനെ സമർപ്പിക്കാം. ഈ സമർപ്പിക്കുന്ന കാര്യങ്ങള് വിരചിതയെന്ന് പറഞ്ഞു. വിരചിതയെന്ന് പറഞ്ഞാൽ അവനോൻ സമ്പാദിച്ചതോ നേടിയതോ, അവനോൻ അധ്വാനിച്ച് നേടിയത്. ശക്തിതഹ എന്ന് പറഞ്ഞു, കഴിവിനൊത്ത് സമ്പാദിച്ചത്. എല്ലാവർക്കും ധനം സമ്പാദിക്കാനുള്ള കഴിവ് ഓരോരോ പോലെയാണ്. അല്ലെങ്കിൽ ഈ പൂജാദ്രവ്യങ്ങളൊക്കെ സംഭരിക്കാനുള്ള നമ്മുടെ കഴിവും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് എത്ര പറ്റുമോ ആ രീതിയിൽ സമ്പാദിച്ച് അതിന് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ്? ഭക്തിപൂതൈ, അതിൽ ഭക്തി നിറയ്ക്കണം. അല്ലെങ്കിൽ ഭക്തി കൊണ്ട് അതിനെ ശുദ്ധമാക്കിയിട്ടുണ്ടാവണം. അതല്ലെങ്കിലോ അതിനെ ശുദ്ധി ചെയ്യുമ്പോൾ, ഇപ്പോൾ പൂക്കളൊക്കെ ശുദ്ധി ചെയ്യുമ്പോൾ
ഭക്തിയോട് കൂടിയിട്ട് ചെയ്യണം. തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യല്ല, ഭക്തിയോട് കൂടിയിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ശുദ്ധീകരിച്ചതുമായിട്ടുള്ള ഈ പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നിത്യം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ദിവസം ചെയ്യുക പിന്നെ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതല്ല. നിത്യം, അതായത് എല്ലാ ദിവസവും വര്യാം സപര്യാം വിദദയി എന്ന് പറഞ്ഞു. നല്ല രീതിയിൽ, ഉത്തമമായ രീതിയിൽ പൂജ ചെയ്ത് ത്വത്പ്രസാദം ഭജേയം, ഞാൻ അങ്ങയെ ഭജിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ത്വത്പ്രസാദം, അങ്ങയുടെ പ്രസാദത്തിനായിട്ട്. എന്ന് വെച്ചാൽ എന്താ അവിടെ അർത്ഥം? നിന്തിരുവടി പ്രസാദിക്കാനായിട്ട്, ഭഗവാന് എന്നിൽ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട്, ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ സന്തോഷിച്ചാൽ, ഭക്തന്മാരിങ്ങനെ ചെയ്താൽ ഭഗവാൻ സന്തോഷിക്കുന്നു. അങ്ങനെ സന്തോഷിച്ചാൽ ഭഗവാന് നമ്മിൽ കൃപയുണ്ടാകുന്നു. ആ കൃപയ്ക്കായിട്ട് ഭജേയം, ഞാൻ ഭഗവാനെ ഭജിക്കാം. അപ്പം നമുക്കും ഇതുപോലെയൊക്കെ വീട്ടിൽ ചെറിയ രീതിയിൽ ചെയ്യാലോ, ഭഗവത് കൃപയ്ക്കായിട്ട്. ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ചെയ്യണമെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പം ഇത് താന്ത്രിക കർമ്മത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാൻ ചെയ്യാം. ആവിർഹോത്രൻ നിമി രാജാവിന് ഉപദേശിച്ചത് പ്രകാരം ഞാൻ ചെയ്യാം എന്ന് ഭട്ടതിരിപ്പാട് ഭക്തിയോടുകൂടി പറയണ്. ഭട്ടതിരിപ്പാട് ഇത് എഴുതി സമർപ്പിക്കുന്ന സമയത്ത് 28 വയസ്സോ 27 വയസ്സോ ഒറ്റയാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴേക്ക് വയസ്സ് എവിടെ എത്തി അല്ലേ? ചെറുപ്രായങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വളരെ വലിയ സംഭവമാണ്. ഇനി 3-ാമത്തെ ശ്ലോകം നോക്കാം. സ്ത്രീ ശൂദ്രസ്ത്വത്കദാദിശ്രവണ വിരഹിത ആസദാം തേ ദയാർഹ സ്ത്വത്പാദാസന്നയാദാൻ ദ്വിജകുലജനുഷോ ഹന്ത ശോചാമ്യശാന്താൻ വൃത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമഭി ത്വാമനാകർണയന്തോ ദൃപ്താ വിദ്യാഭിജാത്യൈഃ കിമുന വിദദതേ താദൃശം മാ കഥാമാം. സ്ത്രീ ശൂദ്രാസ്ത്വത്കദാദിശ്രവണ വിരഹിത ആസദാം തേ ദയാർഹ സ്ത്വത്പാദാസന്നയാദാൻ ദ്വിജകുലജനുഷോ ഹന്ത ശോചാമ്യശാന്താൻ വൃത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമഭി ത്വാമനാകർണയന്തോ ദൃപ്താ വിദ്യാഭിജാത്യൈ കിമുന വിദദതേ താദൃശം മാ കൃഥാ മാം. ഈ ശ്ലോകത്തിൽ സ്ത്രീ ശൂദ്രാസ്ത്വത് കദാദിശ്രവണ വിരഹിത എന്ന് വന്നു. അപ്പം ഇവിടെ വർണ്ണവ്യവസ്ഥയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ശ്ലോകം മുഴുവനായിട്ട് മനസ്സിലാകണമെങ്കിൽ പണ്ട് പുരാതന കാലത്ത് നിലവിലുണ്ടായിരുന്ന വർണ്ണവ്യവസ്ഥയിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. പണ്ട് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് 4 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ബ്രാഹ്മണന്മാർ ഉന്നത കുലജാതരായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ വേദപണ്ഡിതന്മാരായിരുന്നു. അവർ വേദാഭ്യാസം ചെയ്യും. പിന്നെ പുരോഹിത വൃത്തിയും ചെയ്യും. അതായത് അമ്പലങ്ങളിലൊക്കെ, ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ, പൂജ കഴിക്കാൻ അവർക്കാണ് വിധിച്ചിരിക്കുന്നത്. അവർക്ക് മറ്റ് വിദ്യകളും നേടാം. അങ്ങനെ നേടിയിട്ട് വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള പണികളൊക്കെ അവർക്ക് ചെയ്യാനുള്ള അനുവാദവും ഉണ്ട്. ഈ 4 വിഭാഗത്തിൽ ബ്രാഹ്മണന്മാരാണ് ഏറ്റവും ഉന്നത ശ്രേണിയിൽ എന്ന് പറഞ്ഞുവല്ലോ. അടുത്തത് ക്ഷത്രിയന്മാരാണ്. അവർക്ക് ഭരണം നടത്താനായിരുന്നു വിധി. അതായത് അവർ രാജാക്കന്മാർ, യോദ്ധാക്കൾ. ഈ ക്ഷത്രിയ വർണ്ണം ഉണ്ടായതിനെ പറ്റിയിട്ട് ഒരു കഥയുണ്ട്, ചെറുതായിട്ട് സൂചിപ്പിക്കാം. പണ്ട് ബ്രഹ്മാവ്
സൃഷ്ടികർമ്മം ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ കൂടിയിട്ട് രാക്ഷസന്മാരുണ്ടായി. ബ്രഹ്മാവ് ആഗ്രഹിച്ചതല്ല, രാക്ഷസന്മാരെ സൃഷ്ടിക്കണം എന്ന് ബ്രഹ്മാവ് ആഗ്രഹിച്ചതല്ല, പക്ഷേ രാക്ഷസന്മാര് ഉണ്ടായി. ആ രാക്ഷസന്മാരുണ്ടായി എന്ന് മാത്രമല്ല, അവരുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകളാണല്ലോ. അവര് ബ്രഹ്മാവിനെ തന്നെ ഉപദ്രവിക്കാനും തുടങ്ങി. ബ്രഹ്മാവ് സഹികെട്ടിട്ട് മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടിട്ട് സങ്കടം പറഞ്ഞു. അല്ലയോ നാരായണ, ഞാൻ സൃഷ്ടി നടത്തുന്ന സമയത്ത് ഇങ്ങനെ രാക്ഷസവർഗം ഉണ്ടായിരിക്കണു, അവരെന്നെ തന്നെ ഉപദ്രവിക്കുന്നു, അവർ മറ്റ് ജീവജാലങ്ങളെയും ഉപദ്രവിക്കുമല്ലോ, ഇവരെ എന്താണ് ഇനി ചെയ്യേണ്ടത്? എനിക്ക് ഒരു ഉപദേശം തരണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, പോസിറ്റീവ് എനർജിയുടെ കൂടെ എപ്പോഴും നെഗറ്റീവ് എനർജിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചതാണിത്. അതിൽ അങ്ങയ്ക്ക് കുറ്റമൊന്നുമില്ല. അങ്ങൊരു കാര്യം ചെയ്യുക, ക്ഷത്രിയ വർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുക. അതായത് വീരശൂര പരാക്രമികളായിട്ടുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുക. അവര് രാക്ഷസന്മാരോട് യുദ്ധം ചെയ്ത് അവരെയൊക്കെ നശിപ്പിച്ചോളും. എന്നിട്ട് മനുഷ്യകുലത്തിനെ സംരക്ഷിച്ചോളും. ബ്രാഹ്മണന്മാർക്ക് അഹിംസ പാലിക്കണമല്ലോ, എന്നാൽ ക്ഷത്രിയന്മാർക്ക് അഹിംസ പറഞ്ഞിട്ടില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മനുഷ്യകുലത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഹിംസ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണത്രേ ഈ ക്ഷത്രിയന്മാരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. പിന്നെ ഉള്ളത് അടുത്ത ശ്രേണി, അത് താഴത്തേക്കുള്ളതാ പറയണത്. വൈശ്യന്മാര് വാണിജ്യ വ്യവസായം ചെയ്യുന്നവരാണ്. അതായത് കച്ചവടം ചെയ്യുക, പിന്നെ കൃഷി ചെയ്യുക, അങ്ങനെയുള്ളവരാണ്. അവർക്ക് അഹിംസ പാലിക്കണം. ഇപ്പൊ പറഞ്ഞ 3 വർണ്ണങ്ങൾക്ക് പൊതുവേ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാജാക്കന്മാരുടെ രാജ്യസഭകളിലൊക്കെ ഗുരു ഉണ്ടല്ലോ. ആ ഗുരുക്കന്മാരിൽ നിന്ന് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാണിജ്യ വ്യവസായം ചെയ്യുന്ന ആളുകൾക്കും വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സാധ്യത, അവകാശം, അതിനുള്ള സന്ദർഭം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും താഴത്തെ ശ്രേണിയിൽ നിൽക്കുന്ന ശൂദ്രന്മാര് അവര് വർക്കിംഗ് ക്ലാസ് ആണ്. അവര് മറ്റ് ജോലികളെല്ലാം മീനിയൽ ജോബ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന വിഭാഗമാണ് ശൂദ്രന്മാര്. അവർക്ക് തൊട്ടുകൂടായ്മയും തീണ്ടായ്മയും ഒക്കെ ഉണ്ട്. പണ്ട് കാലത്തെ കാര്യമാണ് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ബ്രാഹ്മണന്മാര് ഉന്നത ശ്രേണിയിലുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അത് ഭൗതികമായ ലെവലിൽ വെച്ചിട്ടാണ് ഈ ഉന്നത കുലം എന്ന് പറഞ്ഞത് എന്ന് പുരാണങ്ങളിൽ പറയുന്നു. എന്നാൽ ശൂദ്രന്മാര് ആത്മീയ കാര്യം നോക്കുമ്പോൾ അവരാണ് ഉന്നതന്മാരെന്ന് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് സേവനം ചെയ്യുന്നവരാണ്. എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ സേവനം ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുന്നവരെ ഭഗവാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജോലി ചെയ്യാൻ വരുന്നവരോട് നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? ഭഗവാന് അവരോടുള്ള മനോഭാവം എന്താണെന്ന് അറിഞ്ഞു വേണം നമ്മുടെ മനോഭാവം അവരോട് ഉണ്ടാകാൻ. നമ്മൾ സാധാരണ മനുഷ്യരാണ്, എല്ലാ വികാരങ്ങൾക്കും അടിമപ്പെട്ടവരാണ്. എങ്കിലും നമുക്ക് ഈ അറിവുകളൊക്കെ നമ്മളെ ഒന്ന് ഉയർത്താൻ സഹായിക്കുമല്ലോ. മാനസിക തലത്തിൽ ഞാൻ പറയണം, ശൂദ്രന്മാർക്ക് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇല്ല. അതുപോലെയാണ് സ്ത്രീകൾ. ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സ്ത്രീകൾക്ക് വീട്ടിൻ്റെ പുറത്തിറങ്ങാനുള്ള അവകാശമില്ല. സഭകളിലാണെങ്കിലും മറ്റു പുരുഷന്മാരിയ്ക്കുന്നവിടെ ആണെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി വന്ന് ഇടപഴകാനോ ഈ കാര്യങ്ങളൊന്നും ശ്രവിക്കാനോ അവർക്ക് മനസ്സിലാക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ വ്യവസ്ഥയാണ് പറഞ്ഞത്. അപ്പം ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ ശ്ലോകം മനസ്സിലാക്കാൻ.
എന്തൊക്കെ പറഞ്ഞിരിക്കണത് എന്ന് നോക്കാം. സ്ത്രീ ശൂദ്രാസ്ത്വത് കഥാഭിശ്രവണ വിരഹിത. സ്ത്രീകളും ശൂദ്രന്മാർക്കും ത്വത് കഥ ആദി ശ്രവണ വിരഹിത. ത്വത്ത് എന്ന് പറഞ്ഞ അങ്ങയുടെ നിന്തിരുവടിയുടെ കഥകളോ മറ്റ് കാര്യങ്ങളോ ശ്രവണ വിരഹിത കേൾക്കാനുള്ള സാഹചര്യം അവർക്ക് ഇല്ല. ആസതാം തേ ദയാർഹ. അതുകൊണ്ട് അവര് ദയാർഹ, അവര് ദയ അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയണ്, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ കർമ്മങ്ങളെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ ആരെക്കുറിച്ചാണ് പറയണത് അത് ചോദിച്ചാല് ത്വത്പാദാ സന്നയാതാൻ. ത്വത് നിന്തിരുവടിയുടെ പാദാരവിന്ദങ്ങളിൽ എത്തിച്ചേർന്നവർ, ഭഗവാനെ കുറിച്ച് അറിഞ്ഞവർ, അവർക്ക് വേദാഭ്യാസം ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ അറിഞ്ഞവരാരാണ്? ദ്വിജകുല ജനുഷഹ എന്ന് പറഞ്ഞു. അതായത് ഉന്നത കുലജാതരായിട്ടുള്ളവർ, അതിൽ 3 വർണ്ണങ്ങളെയും ഉൾപ്പെടുത്തി. ബ്രാഹ്മണരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും, ഈ 3 കുലത്തിൽ ജനിച്ചവരും ദ്വിജകുല ജനുഷ എന്ന് പറഞ്ഞു. അവരിൽ പലരും അശാന്താൻ, ശാന്തി ലഭിക്കാത്തവരാണ്. ശാന്തി ലഭിക്കാത്തവരാണെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. അവര് വിഷയസുഖങ്ങളിൽ ഇങ്ങനെ മുങ്ങി ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ പറ്റിയിട്ട് കാര്യമായിട്ട് അവർ ചിന്തിക്കുന്നില്ല. എല്ലാവരെയും അല്ല പറയുന്നത്, അവരിൽ പലരും വിഷയസുഖത്തിൽ അവർ ആസക്തരായിട്ട് ഉഴലുന്നു. ഹന്ത എന്ന് പറഞ്ഞ കഷ്ടം തന്നെ, അവരിങ്ങനെ ചെയ്യണമല്ലോ. അതാലോചിച്ചിട്ട് ശോചാമി, ഞാൻ ദുഃഖിക്കുന്നു. അപ്പോൾ സ്ത്രീകളും ശൂദ്രന്മാരും അവർക്കിതൊന്നും മനസ്സിലാക്കാനില്ല, സാഹചര്യം ഉണ്ടായിട്ടില്ല. അവരെ വെറുതെ വിടുക, അവരെ പറ്റി ഒന്നും പറയണ്ട. എന്നാൽ മറ്റ് 3 കുലങ്ങളുണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനില്ല സാഹചര്യം കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഇതൊക്കെ അറിയുകയും ചെയ്യുക. പക്ഷെ കഷ്ടം എന്താ പറയുക, അവര് ഇതൊക്കെ അറിഞ്ഞിട്ടും ഭഗവാനിൽ കർമ്മങ്ങൾ അർപ്പിക്കാതെ വിഷയലോലുപരായിട്ട് ജീവിക്കുന്നു, ഭോഗങ്ങളിൽ ഏർപ്പെടുന്നു. അതാലോചിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട് എന്ന് ഭട്ടതിരിപ്പാട് പറയണ്. എന്നിട്ട് പിന്നെ എന്താ പറയണത്, അവർ വിഷയലോലുപരായിട്ടിരിക്കണമെന്ന് ഭട്ടതിരിപ്പാട് പറയാൻ എന്താണ് കാരണം? അതാണ് അവിടെ പറയണ, വൃത്യർത്ഥം തേ യജന്ത. അവരെന്ത് ചെയ്യണു? വൃത്യർത്ഥം എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടിയിട്ട്, ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് തേ യജന്ത, അങ്ങയുടെ പേരിൽ ഹോമം, യാഗം, യജ്ഞം പോലെയുള്ള കർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നു. അവർ ഫലം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും അവരിത് ചെയ്യുന്നു. അപ്പോൾ അവിടെ ലാഭേച്ഛയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ കർമ്മം ഭഗവാനിൽ അർപ്പിക്കുന്നില്ല. ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി ഇതിനെ കാണുന്നു. വീണ്ടും പറയണ്, ബഹു കഥിതം അഭി. ബഹു കഥിതം അഭി. ബഹു എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? പല പ്രാവശ്യം. കഥിതം പറയുക, കഥിതം അഭി പറഞ്ഞിട്ടും, പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടും. ത്വാം അനാകർണയന്തോ, ത്വാം അങ്ങയെ, അനാകർണയന്തോ. അനാകർണയന്തോ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങയെ കേൾക്കുന്നില്ല. അങ്ങ് വേദങ്ങളിൽ എന്താ പറഞ്ഞത്? ഭക്തി എങ്ങനെയുള്ള ഭക്തി ആയിരിക്കണം എന്ന് വേദങ്ങളിൽ അനുശാസിച്ചിട്ടുണ്ട്. ഇവരിതൊക്കെ പഠിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഭഗവാനെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുസരിക്കുന്നില്ല. കേട്ടാൽ അനുസരിക്കുമല്ലോ. അപ്പം ആ കാര്യങ്ങൾ ചെവിക്കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ശരിക്കും കേട്ടില്ല എന്നുള്ളതല്ല, കേട്ടു പക്ഷെ അനുസരിച്ചില്ല. അതിനാണല്ലോ ചെവിക്കൊണ്ടില്ല എന്ന് പറയാ. അപ്പൊ അതാണ് അനാകർണ എന്തോ, ചെവിക്കൊണ്ടില്ല, അവര് ചെവിക്കൊള്ളുന്നില്ല, അവരതൊന്നും പാലിക്കുന്നില്ല. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്നാണ് പറഞ്ഞത്. വീണ്ടും പറയണ്, ദൃപ്താഹ വിദ്യാഭിജാത്യൈഹി വിദ്യാഭിജാത്യൈഹി ദൃപ്താഹ. ദൃപ്താഹ എന്ന് പറഞ്ഞാല് അഹങ്കരിക്കുക. വിദ്യാഭിജാത്യൈ, വിദ്യ ആഭിജാത്യം, വിദ്യയും ആഭിജാത്യവും ഉണ്ട്. ഉന്നത കുലജാതരാണല്ലോ, അതുകൊണ്ട് അവർക്ക് ആഭിജാത്യവും ഉണ്ട്. ഇത് രണ്ടും ഉണ്ടായപ്പോൾ അവരെന്തായി? അഹങ്കരിക്കാൻ തുടങ്ങി. അവർക്ക് അഹങ്കാരവും ഉണ്ട്. കിമുന വിദതതെ, അവരെന്ത് തന്നെ ചെയ്യുന്നില്ല. എങ്ങനെ അഹങ്കാരം മൂത്തിട്ട് അവരെന്ത് തന്നെ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവരെല്ലാ ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നു. വേദങ്ങളിൽ നിഷിദ്ധമെന്ന് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. അപ്പോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവരെ ഓർത്ത് ദുഃഖിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് അവിടെ പറഞ്ഞത്. എന്നിട്ട് അവസാനം എന്താണ് പറയണത്? താദൃശം മാ കൃതാ മാം. മാം എന്ന് പറഞ്ഞാൽ എന്നെ, താദൃശം അവരെ പോലെ, എന്നെ അവരെ പോലെ മാ കൃതാഹ ആക്കി തീർക്കരുതേ ഭഗവാനെ, ഞാൻ അവരെ പോലെ ആയിത്തീരരുതേ. വേദത്തിൽ അനുശാസിച്ചിരിക്കുന്നത് പോലെ ജീവിക്കാൻ എന്നെ സഹായിക്കണം. നമ്മൾ വിചാരിച്ചാൽ നിൽക്കില്ലല്ലോ, ഭഗവാന്റെ അനുഗ്രഹം വേണ്ടേ, അതാണ് പറയണത്. അപ്പോൾ എന്നെ അവരെ പോലെ ആക്കി തീർക്കരുതേ ഭഗവാനെ, വേദത്തിൽ കൽപ്പിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ കഴിയണമേ, എനിക്ക് ഭഗവാനിൽ ഭക്തി ചെയ്യാൻ കഴിയണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കും ചെറിയ രീതിയിലെങ്കിലും, ഞാൻ വീണ്ടും വീണ്ടും പറയണേ, നമുക്ക് ഏകാഗ്രത വേണം. ഭഗവാനിൽ സ്വയം അർപ്പിക്കാനുള്ള ഒരു എന്താ പറയുക, അതിന് വല്ലാത്തൊരു ധൈര്യം തന്നെ വേണം. അത് നമുക്ക് കിട്ടണം. ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാവണം. അതിന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകണം. ലൗകിക ജീവിതം ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് അനുഭവിക്കാം. പക്ഷെ അത് അനുഭവിക്കുമ്പോഴും അത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അടുത്ത വീഡിയോയിൽ തുടരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീഹരേ നമഃ.